യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA നയിക്കുന്ന യുവജനയാത്രയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. അഞ്ചാം മന്ത്രി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കളെ ആക്ഷേപിക്കാൻ ആര് തുനിഞ്ഞാലും യൂത്ത് കോൺഗ്രസ് അത് നോക്കി നിൽക്കില്ലെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു. കൈകളിൽ മൂവർണ്ണക്കൊടി പാറുകയായി അണമുറിയാതെ അടുക്കും കൈകളിൽ മൂവർണ്ണക്കൊടി പാറുകയായി യുവത്വ സ്വാശ്രയ മുദ്രാവാക്യമുയർത്തി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്കായി യൂത്ത് കോൺഗ്രസ് വയ്ക്കുന്നത് തൊഴിലില്ലായ്മ എന്ന കേരളത്തിന്റെ പ്രശ്നത്തോടൊപ്പം തൊഴിലറിയായ്മ എന്ന ഒരു പുതിയ പ്രശ്നവും കേരളത്തിന്റെ തൊഴിൽ ചെയ്യാൻ പോലും ആളില്ല എന്ന തൊഴിൽ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രശ്നവും ഒരു സജീവ യുവജന ചർച്ചയാകണം എന്ന ആഗ്രഹത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ജാഥ കടന്നു വരുന്നത്. ഒരു മണി ഓർഡർ എക്കണോമി എന്ന നിലയിൽ കേരളത്തിന് എത്രകാലം ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും എന്നിടത്താണ് സ്വാശ്രയ യുവത്വം എന്ന മുദ്രാവാക്യം കൂടുതൽ പ്രസക്തമാകുന്നത്. മണലാരണ്യങ്ങളിൽ പണിയെടുക്കുന്ന മലയാളി സ്നേഹിതന്മാർ അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് മലയാളത്തിൽ ഏറെ ചർച്ച ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. അത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന പുസ്തകം കഴിഞ്ഞ വർഷം മലയാളികൾ ഏറ്റവും അധികം വായിച്ച ഒരു പുസ്തകമാണ്. മണലാരണ്യങ്ങളിൽ നമ്മുടെ മലയാളി സഹോദരന്മാർ അനുഭവിക്കുന്ന നരകയാതനയെ വരച്ചു കാണിച്ച ആടുജീവിതം നയിക്കുന്ന ഒരുപാട് സഹപ്രവർത്തകർ സഹോദരന്മാർ അവിടെയുണ്ട്. അവിടെയും അവസരങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ഒരു തിരിച്ചുപോക്ക് നമ്മൾ കാണുകയാണ്. അവിടെ ഈ കേരള സമൂഹത്തിന് മുന്നോട്ട് പോകാൻ ഒരു മുദ്രാവാക്യത്തിന്റെ ആവശ്യമുണ്ട്. ആ മുദ്രാവാക്യം ചുവരിൽ എഴുതുന്നതിന് വേണ്ടി മാത്രമല്ല, പ്രയോഗത്തിൽ കർമ്മപദ്ധത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാശ്രയം എന്ന വാക്ക് ഗാന്ധിയുടെ ആശയമാണ്. ഇന്ന് സ്വാശ്രയം എന്ന് കേട്ടാൽ സ്വാശ്രയ കോളേജ് മുതലാളിമാരെയാണ് ഓർമ്മ വരുന്നത്, മഹാത്മാഗാന്ധിയല്ല. ആ വാക്കിന്റെ അർത്ഥത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യം. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാന മൂല്യങ്ങളെ മടക്കിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇവിടെ സമുദായങ്ങളെ ബഹുമാനിക്കുന്നു, സമുദായ സംഘടനകളുടെ ജനാധിപത്യ അവകാശങ്ങളെ അംഗീകരിക്കുന്നു. പക്ഷെ രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ അജണ്ട തീരുമാനിക്കാൻ ഒരു സമുദായത്തെയും സമുദായ നേതാവിനെയും അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിനുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം കോൺഗ്രസിനുണ്ട്. കേരളത്തെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളുടെ പിന്തുണയുള്ള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് കഴിയും. ഭരണ നേതൃത്വത്തെ സംബന്ധിച്ചാണെങ്കിലും രാഷ്ട്രീയ തീരുമാനത്തെ സംബന്ധിച്ചാണെങ്കിലും രാഷ്ട്രീയമായി ഉണ്ടാകേണ്ട തീരുമാനങ്ങൾ രാഷ്ട്രീയമായി തന്നെ ഉണ്ടാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അവിടെ സമുദായ നേതാക്കന്മാർ അതിരുകൾ ലംഘിക്കുകയും അതിർവരമ്പുകൾ ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണോ എന്നുള്ളത് ഏവരും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. ഈ ഗവൺമെന്റ് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പിറവത്തെ ജനങ്ങൾ ആ ഗവൺമെന്റിന് പിന്തുണ നൽകുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ MLA, അർച്ചന, സാറ ഹേമാവതി, ഹക്കീം കുന്നിൽ, TK സുധാകരൻ, കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, സ്വാതന്ത്ര്യ സമര സേനാനി M കുഞ്ഞികൃഷ്ണൻ, ഹരീഷ് B നായർ എന്നിവർ സംബന്ധിച്ചു.